ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പാൻ കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നല്ല പഴുത്തൊരു ഏത്തപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഴം നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം അതിനുവേണ്ടി 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം കുറച്ചും കൂടി ഹെൽത്തി ആക്കണമെങ്കിൽ നമുക്ക് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാകും. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് പാൽ, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ പാല് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നേരെ പാൻ കേക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 തവി മാവ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. പതിയെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റാഗി പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് ഉള്ളിലൊക്കെ നല്ലപോലെ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മീതെ ഞാൻ കുറച്ച് പഴം ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഹെൽത്തി പാൻ കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.